ഈ IPL-ൽ ഇതുവരെ നടന്നതിൽ വെച്ച് ഏറ്റവും ആവേശമേറിയ മത്സരം ഏതായിരിക്കും? ത്രില്ലർ എലമെന്റ് വെച്ച് നോക്കുകയാണെങ്കിൽ തീർച്ചയായും അത് ഇന്നലെ നടന്ന ഡൽഹി ക്യാപിറ്റൽസ് വേഴ്സസ് ഗുജറാത്ത് ടൈറ്റൻസ് മത്സരമായിരിക്കും. പൊതുവെ തണുത്ത ആവേശം തീരെയില്ലാത്ത മത്സരമായാണ് ഗുജറാത്തിന്റെ മത്സരങ്ങളെയൊക്കെ ആരാധകർ മുൻവിധിക്കെടുക്കാറുള്ളത്. എന്നാൽ ഈ മത്സരം അത്തരം മുൻവിധികളെ അപ്പാടെ തള്ളിക്കളയുന്നതായി. ആദ്യം ശുഭ്മൻ ഗില്ലിന്റെ പ്രതികാരം, ശേഷം KL രാഹുലിന്റെ മറുപടി, ഒടുവിൽ ഡേവിഡ് മില്ലറുടെ പോരാട്ടം. ഒരു ത്രില്ലർ സിനിമയുടെ ചേരുവകൾ ആവോളമുള്ള മത്സരത്തിലേക്ക് ഒരു തിരിഞ്ഞുനോട്ടം. ആദ്യ ജയം തേടിയാണ് ടോസ് നഷ്ടപ്പെട്ട് ഗുജറാത്ത് ടൈറ്റൻസ് ബാറ്റിംഗിനിറങ്ങുന്നത്. തുടക്കത്തിലെ കഴിഞ്ഞ സീസൺ ടോപ്പ് സ്കോറർ കൂടിയായിരുന്ന സായ് സുദർശന്റെ വിക്കറ്റ് ഗുജറാത്തിന് നഷ്ടമായി. എന്നാൽ ശേഷമെത്തിയ ജോസ് ബട്ട്ലറെ വെടിക്കെട്ടിന് വിട്ട് ക്യാപ്റ്റൻ ശുഭ്മൻ ഗിൽ ഇന്നിംഗ്സ് ആങ്കർ ചെയ്തു തുടങ്ങി. 52 റൺസ് നേടി ബട്ട്ലർ പുറത്താകുമ്പോൾ 20 റൺസ് തികച്ചില്ലാതിരുന്ന ഗില്ല് പിന്നീടെത്തിയ വാഷിംഗ്ടൺ സുന്ദറിനൊപ്പം ഗിയർ മാറ്റി. മെല്ലെപ്പോക്കിനെ വമ്പനടികൾ കൊണ്ട് കവറപ്പ് ചെയ്ത് ഗിൽ 5 പടുകൂറ്റൻ സിക്സറുകളും 4 ഫോറുകളുമടക്കം 45 പന്തിൽ 70 റൺസ് നേടിയാണ് മടങ്ങിയത്. സ്ട്രൈക്ക് റേറ്റ് 120-130 കൊണ്ടു നടക്കാറുള്ള ഗില്ലിന്റെ സ്ട്രൈക്ക് റേറ്റ് 160 എത്തിയിരുന്നു. ജോസ് ബട്ട്ലർ 27 പന്തിൽ 5 സിക്സറും 3 ഫോറുകളും അടക്കം 52 റൺസും, സുന്ദർ 32 പന്തിൽ 2 സിക്സറും 6 ഫോറുകളും അടക്കം 55 റൺസും നേടിയപ്പോൾ ഗുജറാത്ത് ഡൽഹിക്ക് മുന്നിൽ 211 റൺസ് എന്ന ലക്ഷ്യം വെച്ചു. ഗില്ലിനെ സംബന്ധിച്ചിടത്തോളം ഈ ഇന്നിംഗ്സ് ഏറെ വിലപ്പെട്ടതായിരുന്നു. ഏകദിനത്തിലും ടെസ്റ്റിലും ഇന്ത്യയുടെ സ്ഥിരം ക്യാപ്റ്റൻ, T20 ഫോർമാറ്റിൽ വൈസ് ക്യാപ്റ്റൻ, സൂര്യകുമാർ യാദവിന് പിൻഗാമിയായി എപ്പോൾ വേണമെങ്കിലും ആ സ്ഥാനത്ത് അവരോധിക്കപ്പെടേണ്ടവർ. വെറും 26-ാം വയസ്സിൽ BCCIയുടെ പോസ്റ്റർ ബോയ് ആയി മാറി ഒരു 3 ഫോർമാറ്റ് ക്യാപ്റ്റനിലേക്കുള്ള ഉയരത്തിന് തൊട്ടടുത്തെത്തിയപ്പോഴാണ് ഞൊടിയിടയിൽ താഴെ വീണത്. പൊടുന്നനെയുള്ള വളർച്ചയായതുകൊണ്ട് തന്നെ ആ വീഴ്ചക്ക് ഒരൽപ്പം വലുപ്പം കൂടുതലുമായിരുന്നു. ദക്ഷിണാഫ്രിക്കൻ സീരീസിലെ മോശം ഫോമിനൊടുവിലാണ് വൈസ് ക്യാപ്റ്റനായും ഓപ്പണറായും അവതരിച്ച ഗില്ലിനെ T20 ലോകകപ്പിലും ന്യൂസിലാൻഡ് സീരീസിനുമുള്ള ടീമിൽ നിന്ന് പുറത്താക്കുന്നത്. ഇന്ത്യൻ ടീമിന്റെ ചീഫ് സെലക്ടർ അജിത് അഗാർക്കറിന്റെയും പരിശീലകൻ ഗൗതം ഗംഭീറിന്റെയും മാനസപുത്രനായിരുന്ന ഗില്ലിന്റെ പുറത്താകൽ ക്രിക്കറ്റ് പ്രേമികളെ ഏറെ ഞെട്ടിച്ചു. എന്നാൽ ഏഷ്യ കപ്പിൽ അതുവരെ മിന്നും ഫോമിലുണ്ടായിരുന്ന സഞ്ജു സാംസണെ മാറ്റി ഗില്ലിനെ ഓപ്പണറാക്കിയത് മുതൽ 15 ഇന്നിംഗ്സുകളിൽ ഒരു 50 പോലുമില്ലാതെ, ആവറേജ് 20 പോലുമില്ലാതെ മോശം ഫോമിലായിരുന്ന താരത്തെ മാറ്റാതെ മറ്റ് നിവൃത്തിയില്ലായിരുന്നു. ഗില്ലിനെ മാറ്റിയെത്തിയ ഇഷാൻ കിഷൻ ആകട്ടെ കിട്ടിയ അവസരം മുതലാക്കി എരിഞ്ഞുകത്തി. ഓപ്പണറായി സ്ഥാനക്കയറ്റം കിട്ടിയ സഞ്ജു ന്യൂസിലാൻഡ് സീരീസിൽ നിറം മങ്ങി ലോകകപ്പിൽ ആദ്യ മത്സരങ്ങൾക്ക് പുറത്തിരുന്നുവെങ്കിലും രണ്ടാമത് വീണു കിട്ടിയ അവസരത്തിൽ ആളിക്കത്തി പ്ലെയർ ഓഫ് ദി സീരീസ് വരെ തൂക്കി. ഇതെല്ലാം ആയതോടെ T20-യിൽ ഗില്ലിന്റെ പ്രസക്തി പാടെ നഷ്ടപ്പെട്ടു. ആ ഒരു കോണ്ടസ്റ്റിൽ കൂടിയാണ് എല്ലാം തിരിച്ചുപിടിക്കാനെന്ന വണ്ണം ഗിൽ IPL 2026 സീസണിനെത്തിയത്. ആദ്യ മത്സരത്തിൽ പഞ്ചാബ് കിങ്സിനെതിരെ 27 പന്തിൽ 39 റൺസ് നേടി മികവ് കാട്ടിയ ഗില്ലിന് പക്ഷേ രാജസ്ഥാനെതിരെയുള്ള 2ാം മത്സരത്തിൽ പരിക്ക് കാരണം ഇറങ്ങാൻ പറ്റിയില്ല. എന്നാൽ 3ാം മത്സരത്തിൽ മിന്നും പ്രകടനവുമായി തിരിച്ചെത്തി. മറുപടി ബാറ്റിംഗിൽ മികച്ച തുടക്കമാണ് ഡൽഹിക്ക് ലഭിച്ചത്. KL രാഹുൽ, ശ്രീലങ്കയുടെ പാത്തും നിസ്സംഗ സഖ്യം ആദ്യ വിക്കറ്റിൽ 71 റൺസ് കൂട്ടിച്ചേർത്തു. എന്നാൽ പാത്തും നിസ്സംഗ വീണതിന് പിന്നാലെ നിതീഷ് റാണയും റിസ്ബിയും കൂടി എളുപ്പത്തിൽ കൂടാരം കയറിയതോടെ സ്കോർ 101-3 കഴിഞ്ഞ 2 മത്സരങ്ങളിലും ഡൽഹിയെ വിജയത്തിലേക്ക് നയിച്ച റിസ്ബി ഡക്കായാണ് മടങ്ങിയത് എന്നോർക്കണം. ഒരറ്റത്ത് രാഹുൽ പൊരുതി നോക്കുമ്പോഴും മറുവശത്ത് വീണ്ടും വിക്കറ്റുകൾ വീണു തുടങ്ങി. ഡേവിഡ് മില്ലർ റിട്ടയർ ഹേർട്ടായും മടങ്ങി. അക്സർ പട്ടേൽ, വിപ്രജ് നിഗം, ട്രിസ്റ്റൻ സ്റ്റബ്സ് എന്നിവരും വൈകാതെ വീണു. ഒടുവിൽ സഹതാരങ്ങളെല്ലാം വിക്കറ്റ് നൽകി മടങ്ങിയപ്പോൾ വീണ്ടും പോരാടാൻ മില്ലർ എത്തിയിടത്ത് നിന്നാണ് വീണ്ടും കളിക്ക് തീ പടരുന്നത്. 10 പന്തിൽ 13 റൺസുമായി 13-ാം ഓവറിൽ മടങ്ങിയ താരം തിരികെ എത്തി പിന്നീടുള്ള 10 പന്തിൽ നേടിയത് 28 റൺസ്. ആകെ 20 പന്തിൽ 41 റൺസ്. ഒടുവിൽ ലക്ഷ്യത്തിന് 1 റൺസ് അകലെ വീണപ്പോൾ ഗുജറാത്ത് രുചിച്ചത് ആദ്യ ജയവും ഡൽഹി നുണഞ്ഞത് ആദ്യ തോൽവിയും. 52 പന്തിൽ 4 സിക്സറും 11 ഫോറുകളും അടക്കം 92 റൺസ് നേടി രാഹുൽ ഡൽഹിയുടെ ടോപ്പ് സ്കോററായി. 4 ഓവറിൽ 17 റൺസ് മാത്രം വിട്ടുകൊടുത്ത് 3 വിക്കറ്റ് നേടിയ റാഷിദ് ഖാൻ ഗുജറാത്തിനായി മിന്നും പ്രകടനം കാഴ്ചവെച്ചു. ദുസ്വപ്ന സമാനമായ കഴിഞ്ഞ സീസണിന് ശേഷമുള്ള റാഷിദിന്റെ തിരിച്ചുവരവ് കൂടിയായി ഈ മത്സരം.